ഹലോ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് തൊറാക്സിലെ ഹാർട്ടാണ്. വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. ഞാൻ അതിന്റെ ജസ്റ്റ് ബോർഡേഴ്സും സർഫസും ആണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാം. ഇതാണ് നമ്മുടെ ഹാർട്ട്. ഈ ഹാർട്ടിന്റെ നമ്മളിപ്പോൾ കാണുന്ന ഈ സർഫസ് ആണ് നമ്മുടെ സ്റ്റേർണോകോസ്റ്റൽ അല്ലെങ്കിൽ ആന്റീരിയർ സർഫസ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് അപ്പെക്സ് ഓഫ് ദി ഈ കാണുന്നതാണ് അപ്പെക്സ് ഓഫ് ദി ഹാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അടിയിൽ കാണുന്ന ഏരിയ ആണ് ഡയഫ്രമാറ്റിക് അല്ലെങ്കിൽ ഇൻഫീരിയർ സർഫസ് എന്ന് പറയുന്നത്. ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് കൂടാതെ ഇതിന്റെ ഒരു ബേസ് ഉണ്ട്. ബേസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഇമേജ് ഞാൻ കാണിച്ചു തരാം. യെസ്, ഇതാണ് ഇതിന്റെ ബേസ് ഓഫ് ദി ഹാർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ബേസ് ഓഫ് ദി ഹാർട്ട്. മനസ്സിലായോ? യെസ്, മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബോർഡേഴ്സ് പഠിക്കാം. അപ്പൊ ഹാർട്ട് ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഹാർട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമേ. പറഞ്ഞോളൂ. ഇതെന്താണ്? ഇത് റൈറ്റ് ബോർഡറാണ്. ഇത് ഏത് ബോർഡറാണ്? റൈറ്റ് ബോർഡറാണ്. റൈറ്റ് ബോർഡർ ഓഫ് ഹാർട്ടാണ്. പിന്നെ ഇത് ഇൻഫീരിയർ ബോർഡർ. ഇത് ഇൻഫീരിയർ ബോർഡറാണ്. ഈ കാണുന്നതാണ് എന്ത്? ലെഫ്റ്റ് ബോർഡർ. ലെഫ്റ്റ് ബോർഡർ ഇങ്ങനെ കർവ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതിന്റെ മേലിൽ കാണുന്ന ഈ സ്ട്രക്ചർ ഇതെന്താണ്? സുപ്പീരിയർ വീനക്കാവയാണ്. അതുപോലെ താഴേക്കുണ്ട്. ഇത് താഴേക്കുള്ളത് എന്താണ്? ഇൻഫീരിയർ വീനക്കാവ. അപ്പൊ സുപ്പീരിയർ വീനക്കാവ മേളില്, ഇൻഫീരിയർ വീനക്കാവ താഴെ, റൈറ്റ് ബോർഡറിനോട് ചേർന്നിട്ട്. പിന്നെ ഇൻഫീരിയർ ബോർഡറിൽ ആരൊക്കെ ഉണ്ടാവും? റൈറ്റ് ഏട്രിയത്തിന്റെ അത് കാണിച്ചു തരാം. ഈ ഇരിക്കുന്നതാണ് റൈറ്റ് ഏട്രിയം. ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതാരാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. അവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഇയാളാണ് കൊറോണറി സൾക്കസ്. ഇത്രയും മനസ്സിലാക്കുക. പിന്നെ മനസ്സിലാക്കേണ്ടത് ഇതാണ് ബേസ് ഓഫ് ദി ഹാർട്ട്. ഈ ബേസ് ഓഫ് ദ ഹാർട്ടില് ഇത്രയും ഭാഗം, അതായത് 1/3 ഓഫ് ദി ബേസ് എന്ന് പറയുന്ന ആരാണ്? റൈറ്റ് ഏട്രിയം ആണ്. അതുപോലെ 2/3 ഓഫ് ദി ബേസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഏട്രിയം ആണ്. അപ്പൊ ബേസിൽ ആരൊക്കെയുണ്ട്? 1/3 റൈറ്റ് ഏട്രിയവും 2/3 ലെഫ്റ്റ് ഏട്രിയം ആണ്. അപ്പം ഞാൻ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം ഹാർട്ടിന്റെ ഒരു സർഫസും ബോർഡേഴ്സും ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു.